ഇവിടെ കഴിഞ്ഞ പ്രഭാഷണങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് തവസ്സുല്, ഇസ്തിഗാസ, ദുആ, ഈ കാര്യങ്ങളെല്ലാം മരണപ്പെട്ടുപോയ മഹാന്മാരോട് ചോദിക്കാം. അതിൽ യാതൊരു തെറ്റില്ല, സുന്നത്താണ്, സ്വാലിഹായ അമലാണ് എന്നൊക്കെയാണ് വളരെ കൃത്യമായി വിശദീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ടുപോയ മഹാന്മാരോട് അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അവരോട് ചോദിക്കാൻ പറ്റുമോ? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അത് അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിക്കുവാൻ പറ്റുമോ? മഹാന്മാരാവട്ടെ, മഹാന്മാരല്ല ആരാവട്ടെ, മരണപ്പെട്ടു പോയ മഹാന്മാരോടോ മറ്റുള്ളവരോടോ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. മരണപ്പെട്ടവ മഹാന്മാരാവട്ടെ, അല്ലാത്ത നമ്മളെ പോലത്തെ ആൾക്കാരാവട്ടെ, ആരാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങളും അവരോട് ചോദിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഒരൊറ്റ ചോദ്യം അവരോട് ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന ഒരൊറ്റ ചോദ്യവും പടപ്പുകളോട് ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു ഇലാഹാണ് എന്ന വിധത്തിലാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ചോദ്യം അതൊരു ചോദ്യം ചോദിക്കലല്ല, ചോദ്യം ചെയ്യലല്ല, മറിച്ച് അത് ഇബാദത്തിന്റെ ഭാഗമായ ദുആ എന്ന് സാങ്കേതികമായി പറയപ്പെടുന്ന അതിന്റെ ഭാഗമായുള്ള ചോദ്യമാണ്. സ്വർഗം തരണേ, സന്താനങ്ങൾ തരണേ, ഭക്ഷണം തരണേ, പൈസ തരണേ, കടം വീട്ടണേ, രോഗം മാറ്റണേ. ഇതൊക്കെ നമ്മൾ ആ പദം നമ്മൾ ഉച്ചരിക്കുമ്പോൾ അള്ളാഹു എന്റെ ഇലാഹാണ് എന്ന ഒരു വിശ്വാസവും വിചാരപ്പെടലും അത് വെച്ചു പുലർത്തിക്കൊണ്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യമാണ് അള്ളാഹുവിനോട് ഉള്ള ചോദ്യത്തിന്റെ സവിശേഷത. ആ സവിശേഷത അടങ്ങുന്ന ഒരു ചോദ്യമാണ് അള്ളാഹുവിനോടുള്ള ചോദ്യം എന്ന് പറയുക. ആ രൂപത്തിലൂടെയുള്ള ഒരൊറ്റ ചോദ്യവും അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല. അത് മൺമറഞ്ഞ മഹത്തുക്കളാവട്ടെ, മൺമറയാത്ത മഹത്തുക്കളാവട്ടെ, മൺമറഞ്ഞ സാധാരണക്കാരാവട്ടെ, മൺമറയാത്ത സാധാരണക്കാരാവട്ടെ, ഇലാഹാണെന്നുള്ള വിശ്വാസവും സങ്കല്പവും വെച്ചു പുലർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല. ഒരു മഹാത്മാവ് അദ്ദേഹം ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. അള്ളാഹു കൊടുത്ത കഴിവെന്നോ, കറാമത്ത്, മുഅ്ജിസത്ത്, കൊടുത്ത കഴിവുണ്ടല്ലോ, കൊടുത്ത കഴിവെന്നായിക്കോട്ടെ, അങ്ങനെയുള്ള കഴിവ്. ഉദാഹരണത്തിന് യാ ശൈഖ് ശംസുൽ ഉലമ അജിർനാ മിനന്നാർ, ശംസുൽ ഉലമ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇലാഹാണെന്ന് വിശ്വാസം എനിക്കില്ല, ആർക്കും ഇല്ലാന്ന് കൂട്ടിക്കണം. ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. അള്ളാഹു കൊടുത്ത കഴിവോ കൊടുക്കാത്ത കഴിവോ ഇങ്ങനെ വിശ്വസിക്കാതെ, അല്ലെങ്കിൽ യാ ശൈഖ് ശംസുൽ ഉലമ റബ്ബന ആതിന, യാ ശൈഖ് ശംസുൽ ഉലമ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഇതുപോലെ ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ചോദിക്കാം. അത് അനുവദനീയമാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യ ശക്തികളോട്, വസ്തുക്കളോട്, വ്യക്തികളോട് ചോദിക്കുന്നത് അവ ഇലാഹാണ്, ദൈവമാണ് എന്നുള്ള ഒരു സങ്കല്പം വെച്ചിട്ടാണ്. അതേ സമയത്ത് സൃഷ്ടികൾ, അല്ലെങ്കിൽ ഇലാഹുമാരല്ലാത്ത റസൂലെന്നോ അല്ലെങ്കിൽ ശംസുലുലമയെന്നോ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി സാധാരണക്കാരെന്നോ നമ്മൾ മനസ്സിലാക്കി വച്ചിട്ടുള്ള ഒരു വ്യക്തിയോട് അജിർനീ മിനന്നാർ എന്ന് പറഞ്ഞു. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മൺമറഞ്ഞ മഹാത്മാക്കളൊക്കെ അവിടെ നിൽക്കട്ടെ, ശംസുലുലമി അവിടെ നിൽക്കട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞു യാ ഫുലാൻ, അറബിയില്, മലയാളത്തിലാക്കാൻ എന്തിനാ അറബി എടുത്തത്? മലയാളത്തില്, സുഹൃത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. അതേ സമയത്ത് വേറെ നിലക്കൊരു പക്ഷേ തെറ്റുകൾ വരാം. ഇന്നാലിന്ന എന്റെ ശത്രുക്കളെ നീ കൊല്ലണേന്ന് അള്ളാഹിനോട് ചോദിക്കാം. അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ പോയിക്കാണ്ട് എന്റെ ആ ശത്രുവിനെ പോയി കൊന്നാണ്, ഒന്ന് കൊല്ലോ. അങ്ങനെ അത് ചില ബാഹ്യമായ ചില കാരണങ്ങളെ കൊണ്ട്, അഥവാ അങ്ങനെ ഒരാൾക്ക് വ്യക്തമായ കാരണങ്ങളില്ലാതെ അനധികൃതമായിട്ട് ഒരാളെ പോയി കൊല്ലാൻ പറ്റൂല. അള്ളാഹുവിനോട് നമുക്ക് ദ്വാരക്കാം, പക്ഷേ നിങ്ങളോട് പറയാൻ പറ്റൂല.
അപ്പൊ ഈ രൂപത്തിൽ ബാഹ്യമായ ചില കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പറ്റൂല എന്ന് വന്നേക്കാം. പക്ഷെ അത് ആ ബാഹ്യമായ കാരണങ്ങളൊന്നും ചിന്തിക്കാതെ നിരുപാധികം നമ്മൾ പറയുമ്പോ അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയോട് ആ വ്യക്തി കേവലം ഒരു വ്യക്തി മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ അയാളോട് ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശംസുൽ ഉലമയോടോ അല്ലെങ്കിൽ മറ്റു മഹാന്മാരോടോ ഔലിയാക്കന്മാർ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോടോ ഇവരോട് നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, ആ അദാബ് ജഹന്നമിൽ നിന്ന് കാത്തു രക്ഷിക്കണേ ഇങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള മതവിശ്വാസികളുടെ വിശ്വാസം ഞാൻ എന്റെ ഇതിൽ ചോദിക്കുന്നു. ഞാൻ ഇലാഹാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ കൊടുത്ത കഴിവായിക്കോട്ടെ, ആ കൊടുത്ത കഴിവിൽ നിന്നോ അതെ ഇല്ല ഒരു കഴിവില്ല ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ഞാൻ ഒരു മഹാനോട് എന്റെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, ഈ രീതി ഈ അദാബ് കാത്തു രക്ഷിക്കണേ ഇങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്താണ് അതിനുള്ള തെളിവ്? അതായത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ട് താങ്കൾ ആദ്യമായി തുടങ്ങിയൊരു കാര്യമുണ്ട്. ഇനി ഞാൻ പറഞ്ഞു അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യം ഒരു വിശ്വാസിയുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു കേവലം ഒരു വ്യക്തിയല്ല, ഒരു റസൂലല്ല, ഒരു നബിയല്ല, ഒരു വലിയല്ല, ഒരു ഷഹീദല്ല, ഒരു സാലിഹല്ല, ഒരു ഇൻസാനല്ല, ഒരു ഹയവാനല്ല, മറിച്ച് ആരാണ്? ആരാ? അള്ളാരാ? ഇലാഹും റബ്ബുമാണ്. ഈ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ചോദ്യം അത് ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പറ്റൂല. അത് നിങ്ങൾ സംബന്ധിച്ച് അത് ഓക്കെ അല്ലേ? ഇനി ഈ ആളുകൾ അഥവാ യഥാർത്ഥ മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അവർ ഈ ഒരു നിലവാരത്തിലല്ല ചോദിക്കുന്നത് എന്നും നിങ്ങൾ സമ്മതിച്ചില്ലേ? ഓക്കെ, അതും സമ്മതിച്ചു. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ പോലെ ആദ്യം അത് ശരിയാക്കണം. അഥവാ തെറ്റില്ല എന്നല്ല, അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് ഇലാഹെന്നുള്ള പരിവേഷത്തിൽ അടങ്ങിയതാണെന്നും മുസ്ലിമീങ്ങളായ നാം ഇവിടെ സാധാരണക്കാരോടോ മൺമറഞ്ഞവരോടോ മൺമറയാത്തവരോടോ പ്രത്യക്ഷരോടോ പരോക്ഷരോടോ ഒക്കെ ചോദിക്കുന്ന ചോദ്യം ആ ഒരു ഉദ്ദേശത്തിലല്ല. ഇതൊന്നും സംഭവിച്ചില്ല. എന്നാ അത് അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ അതിന്റെ വക്താവാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ മുസ്ലിമീങ്ങൾ ചോദിക്കുന്നത്. റസൂലിനോട് ഉമ്മത്തിക്ക യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചതും യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് എന്ന് കണ്ണുപൊട്ടനായ ആള് വിളിച്ചതും, അതേപോലെ തന്നെ ഇമാം നവവി അടക്കമുള്ള ലോകത്തെ മുഴുവൻ മദ്ഹബിന്റെ ഇമാമുമാരും റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞതുമായ മുഴുവൻ കാര്യങ്ങളും അവരൊന്നും ഇലാഹാണെന്നുള്ള പരിവേഷത്തിലല്ല. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയാണ് ഇവിടെ പാരമ്പര്യമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിങ്ങളുടെ സ്വഭാവം അതാണ്. അത് നിങ്ങൾക്ക് സമ്മതിക്കാനൊരു മടി? അത് നിങ്ങൾക്ക് സമ്മതിക്കാൻ പ്രയാസമുണ്ടോ? ഞാൻ നിങ്ങളെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു ഇസ്തസ്കിരി ഉമ്മത്തിക്ക്, ഞാൻ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇസ്തസ്കിരി ഉമ്മത്തിക്ക് യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ച ആ മനുഷ്യന്റെ സംഭവം മുതൽക്ക് യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ച ആ കണ്ണുപൊട്ടനായ സഹാബിയുടെ സംഭവം മുതൽക്ക് 4 മദ്ഹബിന്റെ ഇമാമുമാരും ഒന്നടങ്കം രേഖപ്പെടുത്തിയ റസൂലുള്ളാഹിന്റെ റൗദയിൽ പോയിട്ട് യാ റസൂലല്ലാഹ് ഇന്നീ ജിഇതു ഇലൈക മുസ്തഗ്ഫിറൻ ബിക ഇലാ റബ്ബി മുസ്തഗ്ഫിറൻ ഇലല്ലാഹി വമുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി എന്ന് തുടങ്ങുന്ന റസൂലിനെ നേരിട്ട് അഭിസംബോധനം ചെയ്യുന്ന ആവലാതിപ്പെടൽ, ഇതൊന്നും അള്ളാഹിനോട് ചോദിക്കുന്ന രീതിയിലല്ല. ആണ് നിങ്ങൾക്ക് വാദമുണ്ടോ? അല്ല. അല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ബാഹ്യമായി ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ള കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് ബന്ധമുള്ള ഇഷ്ടപ്പെട്ട മഹാന്മാരായ ആളുകളോട് ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. പോരെ? വളരെ കൃത്യമായി ഒന്നുകൂടി ഞാൻ ചോദിക്കുന്നത്, എന്റെ പാപങ്ങൾ പൊറുക്കണേ, എന്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഇലാഹെന്ന വിശ്വാസം വേണ്ട. ഞാൻ പറഞ്ഞു ഇലാഹാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല, നമ്മളാരും വിശ്വസിക്കുന്ന സങ്കല്പിക്കുക. എന്നിട്ട് എന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുത്തു തരണേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, എന്റെ പാവങ്ങൾ പൊറുക്കണേ എന്ന് ഒരു മഹാത്മാവിനോട് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, യാ ശൈഖ് ശംസുൽ ഉലമ എന്നെ അജിർനാ മിനന്നാർ, അതുപോലെ എന്റെ പാവങ്ങൾ പൊറുക്കണേ, എന്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ
എന്ന് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണോ നിങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത്? ഒന്നുകൂടി അത് വ്യക്തമായി പറഞ്ഞു തരണം. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഹ്ലുസുന്നയുടെ വിശ്വാസമാണെന്ന് വളരെ കൃത്യമായി പറയണം. ഇതാണ് പറയാനുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീൻ രണ്ട് തരാണ്. ഒന്ന് വിശ്വാസം, രണ്ട് പ്രവർത്തനം. ഈ ചെയ്യുന്നത് അമലാണ് സുഹൃത്തെ, അത് വിശ്വാസമല്ല. അഖീദ എന്ന് പറയുന്നത് മനസ്സിൽ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ കാര്യങ്ങൾ? അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ മലായികത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അങ്ങനെ ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, മദ്രസയിൽ നമ്മളൊക്കെ പഠിച്ചതല്ലേ. ഇതാണ് അഖീദ. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഏതെങ്കിലും മൺമറഞ്ഞ മഹാത്മാക്കളോട് അവരോട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അവരോട് ആവലാതിപ്പെടുന്നത് ഒരു വിശ്വാസപരമായ കാര്യമല്ല സുഹൃത്തെ. അത് അഖീദല്ല, മറിച്ച് അമലാണ്. അഖീദയല്ല, അമലാണ്. ഈ അമല് അത് ശരിയാണോ അല്ലേ, അത് തെറ്റാണോ തെറ്റല്ലേ, ഇതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? ഇത് വളരെ വലിയൊരു വിശ്വാസ കാര്യമാണ്, ഉത്തരവാദിത്വത്തോടു കൂടി പറയണം, വലിയൊരു സരസാന്നൊക്കെയാണ്. അതിന് നിങ്ങൾക്ക് അമളി പറ്റി. അത് വിശ്വാസമല്ല, മറിച്ച് നാവ് കൊണ്ട് ചെയ്യുന്ന വാചികമായ ഒരു കർമ്മമാണ്. ഈ കർമ്മത്തിന്റെ വിധി എന്താണ്? ഇമാം നബവി തങ്ങൾ പറയുന്നു അത് നല്ലതാണ്. അത് റസൂലുള്ളാഹിന്റെ സവിധത്തിൽ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ അങ്ങനെ പറയല് നല്ലതാണ്. പക്ഷെ ഇലാഹാണെന്ന വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തരുത്. അതാ വിശ്വാസം നേരത്തെ ഉള്ള ആൾ അപ്പൊ തന്നെ ഔട്ടായില്ലേ, ഓരപ്പ തന്നെ മുസ്ലിക്കായില്ലേ. ഇനി ഓച്ചെന്ന് പറഞ്ഞോളന്നില്ല, ഒമ്പടെ കുടി കുത്തിരുന്നാൽ മതി. ഒരാളുടെ മനസ്സിൽ റസൂൽ ഇലാഹാന്ന വിശ്വാസം, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിങ്ങൾ ഇലാഹാന്ന വിശ്വാസം, എന്നാൽ നിങ്ങളോട് ചോദിച്ചോളുന്നില്ല. എന്റെ തൊണ്ണങ്ങൾ അടങ്ങിയ ഒരു നാപ്പട്ടനാ ഞാനെന്ന് വിചാരിച്ചോളി, എനിക്ക് സംസാരശേഷി ഇല്ലാത്ത ആളാന്ന് വിചാരിച്ചോളി. ആ വിശ്വാസം മനസ്സിലുണ്ടാവലോട് കൂടി ഈ വിശ്വസിച്ചവൻ ഇസ്ലാമെന്ന് ഔട്ടായി. അതേ സമയത്ത് അള്ളാഹുവാണ് ഇലാഹ്, പ്രവാചകൻ റസൂലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഒരു സുഹൃത്ത് മാത്രമാണ്, നിങ്ങളൊരു ചോദ്യകർത്താവ് മാത്രമാണ്, മനുഷ്യനാണ് എന്ന വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളോട് എന്റെ പാപം പൊറുക്കണേ എന്നാണ്, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. അത് അമലു സ്വാലിഹിൽ അഞ്ചാലൊരു വിദ്യ ഉണ്ടാവില്ല. ഒന്നിരിക്കൽ വാജിബ്, അല്ലെങ്കിൽ സുന്നത്ത്, അല്ലെങ്കിൽ കറാഹത്ത്, അല്ലെങ്കിൽ ഹറാമ്, അല്ലെങ്കിൽ മുബാഹ്. ഇതിൽ ഹറാമും അല്ല, കറാഹത്തും അല്ല, പിന്നെന്താണത്? അത് തവസ്സുലിന്റെ രൂപത്തിലാവുമ്പോൾ സുന്നത്താണ്, അല്ലാത്ത രൂപത്തിലാവുമ്പോൾ മുബാഹമാണ്. ഈ രൂപത്തിലാണ് മഹാന്മാർ